റബ്ബർ കർഷകർക്ക് നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ സബ്സിഡി നൽകാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എൻ ഹരി. കുടിശ്ശിക തീർപ്പാക്കാത്തത് കർഷകർക്കായി മുതലക്കണ്ണീർ ഒഴുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം വിമർശിച്ചു. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയ ജോസ് കെ മാണിയും കൂട്ടരും ഇനി ക്ലിഫ് ഹൌസിൽ സമരം നടത്താൻ മുന്നോട്ട് വരണമെന്നും എൻ ഹരി ആവശ്യപ്പെട്ടു. റബ്ബർ സബ്സിഡി ഇനത്തിൽ ഈ കേരളത്തിലെ കർഷകർക്ക് കൊടുക്കാനുള്ള 62 കോടിയിലധികം കഴിഞ്ഞ വർഷത്തെ പണമാണ് നിങ്ങൾ കൊടുക്കാനുള്ളത്. അത് ഈ ഓണത്തിന് മുമ്പ് അടിയന്തരമായി കൊടുക്കാനുള്ള ഒരു നടപടി കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ജോസ് കെ മാണി അടക്കമുള്ള ഇവിടുത്തെ കർഷക സ്നേഹം പ്രേമിക്കുന്ന ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ രാജ്ഭവനിലേക്കാണ് മാർച്ച് നടത്തുന്നത്. ഇനി നിങ്ങൾ പിണറായി വിജയന്റെ മുമ്പിലേക്ക് പോകണം. കാരണം നിങ്ങൾക്ക് ഈ വർഷം ഒരു പണം പോലും നിങ്ങൾക്ക് ചെലവ് വരുന്നില്ല. കാരണം 250-ലധികം രൂപയാണ് ഇന്ന് റബ്ബറിന്റെ നിൽക്കുന്നത്. 170 രൂപ ഉണ്ടായിരുന്നപ്പോൾ ഇവിടുത്തെ സാധാരണ കർഷകന് സബ്സിഡി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പണം മാറ്റി വെച്ചിരുന്നത്. നിങ്ങൾ സെർവർ കേടാക്കിയും പല രീതിയിലും അവരെ ബുദ്ധിമുട്ടിച്ചു. എങ്കിലും എന്നിട്ട് പോലും കഴിഞ്ഞ വർഷത്തെ പണം പോലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ കപട സ്നേഹം കേരളത്തിലെ റബ്ബർ കർഷകരെ തിരിച്ചറിയും. സാധാരണ കർഷകരോട് ചെയ്യുന്ന സമീപനമാണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ധാർമ്മികത എന്ന് ഞാൻ പറയുന്നില്ല. ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ കർഷകർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സബ്സിഡി അത് കൊടുക്കാനുള്ള പണം അത് അവർക്ക് കൊടുത്ത് സഹായിച്ച് ഈ കേരളത്തിലെ റബ്ബർ കർഷകരെ സഹായിക്കണം. നിങ്ങളിനി രാജ്ഭവനിലേക്കും കേന്ദ്ര സർക്കാരിലേക്കും അല്ല സമരം ചെയ്യേണ്ടത്. ഇനി ജനങ്ങൾ വരാൻ പോകുന്നത് പിണറായിയുടെ മുമ്പിലേക്കായിരിക്കും. ജോസ് കെ മാണിയും തൻ്റെ ഇടമുണ്ടെങ്കിൽ ആ പണം മേടിച്ചു കൊടുക്കുവാൻ പിണറായിയുടെ മുമ്പിലേക്ക് സമരം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.